Hello guys, I'm here with Hey Gamer. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് എന്തൊക്കെയാണ് വന്നു. ഇന്ന് മറ്റേ മാച്ചൊക്കെ കളിക്കണം. ചിലർക്ക് മറ്റേ 50-150 ആയി ഉണ്ടെങ്കിൽ കളിക്കണ്ട, വ്യാഴ്ച പുതിയത് വരും. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞു ഇന്നൊരു ബൂസ്റ്റർ കിട്ടുന്നത് കൊണ്ട് ഞാനത് കൊടുക്കും. ഞാൻ പറയണു 100 കോയിൻ ഇതിൽ കറക്കുമെന്ന്. മിക്കവാറും കറക്കില്ല. കാരണം എന്താ വെച്ചാൽ വ്യാഴ്ച വരുന്ന ബാക്ക് റൂമനിങ് ആണെന്ന് എനിക്ക് കുറച്ച് കൺഫേം ഉണ്ട്. അപ്പോൾ റൂമനിങ്ങിന് വേണ്ടി കറക്കണമല്ല നല്ലത്. ഇപ്പോൾ 100 കൊടുത്തിട്ട് വേരിനെ കിട്ടിയാൽ ലക്കാണെങ്കിലും, പക്ഷേ അപ്പോൾ 100 കൊടുത്ത് റൂമനിങ്ങിനെ കിട്ടിയാൽ അതും ലക്കല്ലേ. എന്തൊക്കെയാണ് ഇനിയിപ്പോൾ എന്തിനാണ് എനിക്ക് തീർക്കും ഇതിൻ്റെ ഇതാണ് വന്ന് ബാക്ക് ഇട്ടാ. അയ്യേ, ലീഗ് കൊണ്ടത്തെ ആൾക്കാരാ. ആകെ എൻട്രിക്കും വില്യം ബാച്ചോയും പിന്നെ എൻട്രിക്ക് പിന്നെ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ എൻട്രിക്ക് ആണ് പോരാത്തെന്ന് തോന്നുന്നു. നല്ല ആൾക്കാരാണ്. ഗ്രീൻവുഡ് വലിയ നല്ല ബാക്കൊന്നല്ല വന്നിരിക്കുന്നത്. അന്ന് റൂമനിങ് വന്ന് വരുമ്പോൾ ശരിയാവും. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ അത് ഇനി കുറച്ച് കാലത്തോടും കൂടി ഇങ്ങനെ ആവുന്നു. ഇന്ന് ഈ വരുന്ന വ്യാഴ്ച സസ്പെൻസ് ആണല്ലോ. നമുക്ക് എവിടേക്ക് കഴിയാം. ബിസ്മില്ലാ. തട്ടിയാളെന്താ ബൂസ്റ്റർ കിട്ടുമല്ലോ. 3 ഉള്ളൂ, 4 എന്തൊക്കെയായാലും കയറും തട്ടിയാലും. ശരി, റാൻഡം ബൂസ്റ്റർ ടോക്കൺ കിട്ടിയിട്ടാ. റാൻഡം ബൂസ്റ്റർ ടോക്കൺ. അപ്പോൾ നമുക്കത് പോയി ആർക്ക് കൊടുക്കണം? ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ട. ആദ്യം നമുക്കൊന്ന് സ്പിൻ ചെയ്യാം. ദിർക്ക് ക്വിറ്റ്. ഇതിൻ്റെ സ്പിന്ന് തിരിഞ്ഞ് കാര്യമില്ല, വെറുതെ എനിക്ക് ആളിച്ചല്ലോ. ഇപ്പോൾ വേണ്ട, നമ്മളിങ്ങനെ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കണം. റോഡിനെ കിട്ടിയാൽ നമുക്ക് ലക്കുണ്ടില്ല. ഏതോ കീപ്പറിൻ്റെ നിങ്ങൾ നമുക്ക് എന്നാലും പോയി ഗൈസ് 500 പൊട്ടിച്ചാലോ ആലോചിച്ചു. പക്ഷേ കിട്ടിയില്ലെങ്കിൽ മൂഞ്ചല്ലോ ചേച്ചനും. നമുക്ക് എന്നാലും ബൂസ്റ്റർ കൊടുക്കാം. നമ്മളെ ചെക്കനായ ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടക്ക് ബൂസ്റ്റർ കൊടുക്കണം. നമ്മൾ ഗെയിം പ്ലാനിലല്ല, മാച്ചൊക്കെ നോക്കട്ടെ. അതിന് മുമ്പേ നമുക്ക് ബൂസ്റ്റർ കൊടുക്കാം. ആദ്യം നമുക്ക് ബൂസ്റ്റർ കൊടുക്കാം. ബാറ്റിസ്റ്റൂട്ട ഭാഗ്യം 702 ആവും. ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് നമ്മൾ അത്രേ ഉള്ളൂ. ഒരു ബുദ്ധി ഉണ്ട് കഴിച്ച് ഞാൻ കാണിച്ചു തരാം. ഏതാണ് വേണ്ടത് ഞാൻ കാണിച്ചു തരാം. 98 ഷൂട്ടിങ് കിട്ടിയാൽ കൂടും. ഫ്രീ കിക്ക് ടേക്കിങ് കിട്ടിയാലും ഒരു ഇഞ്ച് ഇട്ടാ. ഏത് കിട്ടിയാലും കൂടുന്നാണുള്ളത് പറയണേ. ഡിഫൻഡിങ് കിട്ടിയാൽ കൂടില്ല. ഡിഫൻഡിങ് കിട്ടിയാൽ കൂടില്ല. ഡുവലിങ് കിട്ടിയാലോ കൂടില്ല. അഗലേറ്റ് കിട്ടിയാലോ കൂടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഏതൊക്കെ കിട്ടിയാലും കൂടുന്നതാണ്. സ്ട്രൈക്കേഴ്സിന് 6 കൂടും. ഷട്ട് ഡൗണ് കൂടില്ല. ഷട്ട് ഡൗൺ കിട്ടിയാൽ കൂടില്ല കേട്ടോ. ഹാർഡ് വർക്കർ കൂടും. സേവിങ്ങൊന്നും കൂടില്ല. ക്രോസിങ്ങും കൂടില്ല. ഫാൻറ്റാസ്റ്റിക് കൂടും. ഇതെന്താ സാധനം? രജിസ്റ്റ അതൊന്നും വേണ്ട. റീബിൽഡിങ് ആക്രസി കൂടും. ഡിഫൻസ് ക്രിയേറ്റർ അതും കൂടും. ബോൾ പ്രൊട്ടക്ഷന് ബാലൻസർ എന്തെങ്കിലും എല്ലാം കൂടേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കൊടുക്കാം. അപ്പോൾ ആൾ കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കൂടുതൽ ഞാൻ പറയാം. സ്ട്രെങ്ത്ത് നമ്മൾ നോക്കിയില്ല. യെസ് കൂടി 102 ബാറ്റിസ്റ്റൂട്ടാ. ഇനി റൂബനമോറിൻ്റെൽ കൂടിയും കറിയില്ല. റൂബനമോറിൻ്റെ 102 പക്ഷേ ഞാൻ വിചാരിച്ചൊരു 103 ആവുന്നു. നേരം ബാറ്റിസ്റ്റൂട്ടാ 102 സ്ട്രെങ്ത്ത് ഔട്ടെങ്കിൽ ഞാൻ സ്ട്രെങ്ത്തിലാവും ബാറ്റിസ്റ്റൂട്ടിൻ്റെ കളി. പിന്നെ എൻ്റെ ഒരു ചങ്ങായി ഉണ്ട്, ഹയാന്ന് പറഞ്ഞാണ്ട്. ഓനൊരു കളിക്കുന്നുണ്ട്. ഓൻ വലിയ ടീമാണ്. അപ്പോൾ ഓനൊരു ഒരിടം കളിക്കുന്ന പോക്കും മിക്കവാറും വരും. ഓൻ ഉണ്ടാകുമ്പോൾ ഞാൻ ഉണ്ടാകുമ്പോൾ ഓനുണ്ടാവില്ല. അതാണ് പ്രശ്നം. പിന്നെ നമുക്ക് ഇന്നത്തെ 50 എടുക്കണമല്ലോ അല്ലേ, 50 കോയിൻ. നമ്മളതിനും വേണ്ടി ഇടപെടുത്തിക്കണേ. 100 കോയിനാക്കണ്ടേ ഗൈസ്. ഇതാണ് നാഷണൽ. നമുക്ക് ബ്രസീലിടുക. ബ്രസീലിലാവും നല്ല ആൾക്കാരുണ്ടാവുമോ വിചാരിച്ചിട്ടല്ല. എല്ലാവരും നെയ്മർ ഫാനാണ് കേട്ടോ ആൾക്കാർ. ഗൈസ് ഇനി ഉണ്ടല്ലോ എൻ്റെ നെയ്മർ. നമുക്ക് ഞാൻ കാണിച്ചുതരാം. ഇനിയുണ്ട് ആൾക്കാർ. നാഷണാലിറ്റി റീജിയൻ സൗത്ത് അമേരിക്ക, ബ്രസീൽ. ഇത് നോക്കി ഡെനിൽസൺ ഇറക്കിയില്ല.
ഇനിയുണ്ട് ഒരു കൂട്ടം വരാൻ. ഇതിലേറ്റിലൊട്ടേതാ 94 അടിക്കില്ല. എന്താ 93 കയറ്റിയിട്ടുണ്ട്. പിന്നെ റഫീഞ്ഞ ഞാനപ്പോൾ ഇവിടെ ഇറക്കുക രജനൊക്കെ പിന്നെയും ആണല്ലോ എഡേസൻ മൊറേസ് ലൂക്കാസ് പക്വേറ്റ ഇനി ഉണ്ടാവും അവിടെ 90 വരെ പോകുള്ളൂ എൻ്റെ മുഖത്തേക്ക്. ഇങ്ങനെ ഒരാളുണ്ട് ധാര ഉണ്ടാവില്ല ആൾക്കാർക്കൊന്നും. നമ്മളൊക്കെ നാട്ടാ പേര് വെച്ചാൽ എന്ത് തുളക്കെടുത്ത പേരാവും. 90 നമുക്കൊന്ന് അറിയിച്ചിട്ടേക്കാം. നെയ്മറിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റണം. നെയ്മർ ലെഫ്റ്റ് വിങ്. ഞാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മൾ ആദ്യം അങ്ങനെ എടുത്തിട്ട് ഇതിനെ ഇങ്ങോട്ട് ഇറക്കണം. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് ഇറക്കണം. പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും കളിയിലോട്ട് പോവാം. ആളെ ചേർക്കുക. ആളെത്തിയപ്പോൾ പറയാം. ഓക്കെ ആളെത്തിയുണ്ട്. തീർച്ചയാക്കാം നല്ലൊരു മൈൻഡ് തന്നെ വന്നു. ബ്രസീൽ സ്പെയിന് ഗൊറില്ല GP എന്നാണ് സെക്കൻഡ് ID. അപ്പോൾ നമ്മൾ തീർച്ചയാക്കാം എന്നുള്ള ഇത് തന്നെ ഒന്ന് ഇറച്ചേക്കാം. ഫോം അനുസരിച്ച് ഇറക്കണം നോക്കട്ടെ. ഫോം അനുസരിച്ചാകുമ്പോൾ ആരും ഫുൾ ഫോമില്ല വയസ്സ്. അലിസൺ ഇറക്കാം. ബക്കർ കീപ്പർ ബക്കർ. അത് മതി. ഒരു മിനിറ്റ് നോക്കബിള. നല്ല ടീമാണ്. നമ്മുടെ ടീമൊക്കെ നല്ല ടീമാട്ടാ. അത് പോരാത്ത ടീമല്ല, നല്ല ടീം തന്നെയാണ്. നമുക്ക് കളിയിലോട്ട് പോവാം. ചിക്കൻ വരണ്ടേ. പിന്നെ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൊക്കെ കൊണ്ട് നിൽക്കുക. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സാണ്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വോയിസ് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളെ വെച്ച് പെഗ്വാഡിയോള, അവരെ വെച്ച് സാബി. ശരിക്കും പറഞ്ഞാൽ പെഗ്വാഡിയോള സ്പെയിനിൻ്റെ അല്ല ആവണ്ട്. പെഗ്വാഡിയോള ഞാൻ ബ്രസീലിന് വേണ്ടി, എനിക്കും വേണ്ടി ഞാൻ കളിക്കാം എന്ന് പറയുകയാണ്. റൊണാൾഡിനോ ബോൾ പോയിരുന്നു. നീക്കോ വില്യംസ്, ബെല്ലടി, കാഫു. ബോൾ കിട്ടുന്നില്ല. സെക്കൻഡ് പകരം അറ്റാക്കിങ് ഉണ്ടായിരുന്നു. കക്ക കീപ്പർ അങ്ങോട്ട് ഇതാണ് കൂരിനാരി കൈക്ക പിടിച്ചൂല. അതാണ് പ്രശ്നം ഇപ്രാവശ്യത്ത്. ബ്രസീൽ എടുത്ത ചിലപ്പോൾ അവരൊക്കെ നെയ്മർ ഉണ്ടാവും. നെയ്മറാണ് സാൻഡോസ്. ഈ നെയ്മറാവും മിക്കവാറും ഉണ്ടാവുക. കാരണം എന്താ, ഈ നെയ്മർ ഇപ്പോൾ എല്ലാവർക്കും കിട്ടിയിരിക്കണേ. മറ്റേ നെയ്മർ ആരെങ്കിലും ഉണ്ടാവില്ല. ഇന്ത്യക്കലും ഉണ്ട് ഗൈസ്. ഗബ്രിയേൽ ജീസസ് പോസ്റ്റിക്ക് സെക്കൻഡ് പോസ്റ്റ് കളിക്കണ്ട അവിടെ നിന്നൊക്കെ. മാഗ്നിഫിഷ്യൻ പാസ് ഫ്രം നെയ്മർ ജൂനിയർ. കോർണർ ലാപ്പ് നമ്മൾ നേരിട്ട് വരും. എടുക്കാൻ പോണ റൊണാൾഡിനോ കൗച്ചോ. പക്ഷെ നെയ്മറാണ് ബ്ലിറ്റ്സ് പ്രേതൊക്കെയാണ്. താത്തൊന്നും ഇട്ട് കൊടുക്കണ്ട. നമ്മൾ നേരക്ക് ഇങ്ങനെ കൊളാവുമല്ലോ. കൊളായി. ഗബ്രിയേൽ ജീസസ് ഒന്ന് ചാടിയൊക്കാ. എന്താ ചങ്ങായി ചാടിയൊക്കണ്ടേ. ഇസ്ലാമിയമാലു എന്തുണ്ടാക്കാനാണ്. ഞാൻ എടുക്കാൻ വരും ചെക്കൻ കളിക്കണം ചാവുന്നുണ്ട്. ഇറ്റ്സ് നെയ്മർ അല്ലേ കുബാർസിയോ. നെയ്മർ എടുത്ത് ക്ലിയർ ചെയ്ത് അടിച്ചു വിട്ടിട്ടുണ്ട്. എന്നടി അവിടെ നിന്നൊക്കെ കൊളാക്കല്ല മോനെ. അപ്പോൾ നമ്മളൊന്നടിച്ചിട്ടുണ്ട് കേട്ടാ. ഗബ്രിയേൽ ജീസസ് ഒന്നടിച്ചിട്ടുണ്ട്. തീർത്തുണ്ട്. ബോൾ പൊട്ടിച്ച് ജീസസ് എന്തൊക്കെ അർത്ഥം. ഇനി ചങ്ങാൻ്റെ ഒക്കെ തന്നെ ആവും ഗൈസ് കളി. ഗൈസ് ഓൻ്റെ പെട്രിനായിട്ട് ഓടുണ്ട്. അതാ വരണേ. നമ്മൾ അലിസൺ ബക്കറാണ് മോനെ. നീ എന്ത് വിചാരിച്ച് ഇത് പെത്രി നീ അടിച്ച ഗോളൊക്കെ ആവും. പക്ഷേ ഇവിടുന്ന് അടിച്ചാൽ അലിസൻ്റെ പോസ്റ്റക്ക് ഗോളാവില്ല മകനെ.
സെറ്റ് ബി സ്ട്രാറ്റജീസ് മാൻ ടു മാൻ ആക്കുക. ഞാനിടാം കണ്ടോ കട്ട് കൊടുക്കാൻ പോകുന്നത്. സാബി മാർക്കിനോസ്, നെയ്മർ, ഗബ്രിയൽ ജീസസ്, ബെല്ലേട്ടി. നെയ്മറിന് മെല്ലെ ചിപ്പ് ചെയ്യാനോ. ബെല്ലേട്ടിക്ക് ബോളെ കിട്ടില്ല. അപ്പോൾ ലാമിൻ ജമാലോ ഇപ്പോൾ ഒരു അടി വരും. അവിടെ വരെ ഇങ്ങനെ ഓടി വരും. അവിടുന്ന് ബോൾ പോയി പറയുമ്പോൾ വല്ലാത്തൊരവസ്ഥ. എൻട്രിക്ക് നല്ല കളിച്ചിട്ടുണ്ട്. പാസിങ് എൻട്രിക്കിന് നല്ല കളി കിട്ടിയാണ്. നെയ്മർ ജൂനിയർ എവരിബഡി ഐസ്. ഞാൻ സ്കില്ലൊക്കെ എടുത്ത് പോകാൻ രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ചെക്കൻ വന്ന് കൊളാക്കിയത്. അത് ബെല്ലടി എടുത്തതിന് ശേഷം കീണ്. ഞാൻ ആദ്യം ഉണ്ടാക്കലൊക്കെ ഇതല്ലേ. ബെല്ലടി ബോൾ എടുത്തിട്ട് കീണേ. ഡേവിഡ് വിയ എതിര് നമ്മളെതിരുന്ന് നമുക്ക് എതിരെ ഗോൾ അടിച്ചത്. അത് മഹാമോശമായിപ്പോയി. അതെനിക്കിഷ്ടമായില്ല. എന്നുള്ള റിവെഞ്ചുമായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. ഈ ബെല്ലേട്ടിയാണ് കൊളാക്കിയത്. വേറെ ഒന്നും വേറെയില്ല. ബെല്ലേട്ടി തന്നെ നമ്മളെ കളിക്കണേ. കൈകൊണ്ട് വീണ്ടും പോയി ഡേവിഡ് വിയ, നിക്കോലൻസ് കാഫു, റൊണാൾഡീഞ്ഞോ. എടുക്ക്. നമ്മൾ പാസിങ് മിസ്പാസ്സാ കൊണ്ടിട്ട് നല്ലോ ഇട്ടാ വന്ന് കുത്തെങ്കിലും. സെർജിഞ്ഞോ ഇതാ ലാഗ് തുടങ്ങി ഗൈസ്. ഈ ലാഗ് ഇല്ല പറയണവർക്ക് കാര്യമില്ല. ഓക്കെ സെർജിഞ്ഞോ ഒന്ന് പെട്ടെന്ന് കൊടുക്ക്. അവിടെ കൊടുക്കടാ. നെയ്മറെ ഓട്. അവിടെ ഓഫ് സൈഡാ. അവിടെ ബ്ലിറ്റ്സ് അടിക്കാൻ പറയുമ്പോൾ താത്തി അടിച്ചോളൂ. ബ്ലിറ്റ്സൊന്നും കുട്ടികൾക്ക് അറിയാത്ത മാതിരി വൻ ബ്ലിറ്റ്സറാണ്. ഗൈസ് നിക്കോലൻസൊക്കെ എന്ത് കഥ. അങ്ങോട്ട് ഓടുമ്പോൾ ഇങ്ങോട്ട് എടുക്കണേ. പീതിരി എന്നാട്ടോ വരെ ഇതിലൊരാള് അറബി കമൻട്രിയിലായിട്ട് പീദ്രി അതായത് മണിയാണ്. നമുക്ക് സെക്കൻഡ് ഗൈസ് നമ്മൾ സ്മൂത്തിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അടുത്ത് അത് നമുക്ക് ഇഷ്ടമായില്ല. ആ ടൈമിൽ ഓനും അത് അറ്റാക്ക് ചെയ്യണേ. മാക്കീനിയസ് ഈ സ്ലൈഡിങ് ടാക്കിളുമായി കട്ട് ബിഹൈൻഡ് ടാക്കിൾ. ചോപ്പ് കൊടുക്കണ്ടേ. ചോപ്പ് വേണം ഗൈസ് നമുക്ക്. ഐ വാണ്ട് റെഡ് കാർഡ്. ഇവിടുന്ന് പോസ്റ്റ് കടിച്ച് കയറ്റുക. ഞാൻ സമ്മതിച്ചെന്ന് വൺ പ്ലെയറാണെന്ന്. വൺ പ്ലെയർ അല്ല ഗൈസ്. കക്ക എടുക്കണ്ട കക്ക. എന്താ കാക്ക ഗൈസ്. വിയ കഫറിംഗ നടിഞ്ഞ ജീസസ് ഓട്. ഗബ്രിയൽ ജീസസ് ഏത് ജീസസ് അവിടെ നിന്നൊക്കെ കൊളാക്കണേ. ഇതൊക്കെയാണ് എനിക്ക് മെയിൻ പ്രശ്നം. ഈ ഗബ്രിയൽ ജീസസിൻ്റെ ഒക്കെ ഫിനിഷിങ് ഇല്ലാത്ത മാതിരി കളിക്കും ലാസ്റ്റ് വെച്ച്. ഗൈസ് നമ്മളൊരു അറ്റാക്കിങ് ഉണ്ട്. റൊണാൾഡീഞ്ഞോ ലാഗിൽ നിൽക്കണോടാ. ഗൈസ് ലാഗ് കളിയായിട്ട് വന്നോളൂ. ലാഗിൻ്റെ ലാഗ് വൈ ഓൾവേസ് മീ. ലാഗിന് എൻ്റെ ഒപ്പേ നിൽക്കാൻ തോന്നുള്ളൂ. ഗൈസ് ഇതൊക്കെയാണ് നമ്മളെ പ്രശ്നങ്ങൾ. ജീസസ് എൻട്രിക്ക് വന്ന് ഷോട്ട്. എന്താ എൻട്രിക്ക്. ഇവിടെ ഞാൻ അടിച്ചു കിട്ടോ. ഗോളായാലൊക്കെ സമ്മതിച്ചു കൊടുത്തിനോ സീനാണെന്ന്. കഫറിംഗ ആർക്കൊരു ക്രോസ് കുത്ത്. എൻട്രിക്കെ കുത്ത്. കാര്യമില്ല. അവൻ്റെ കൗണ്ടർ അറ്റാക്ക്. കഫു നമ്മൾ സമ്മതിക്കുമോ. എൻട്രിക്ക് പാവ് കുബാർസി. എന്ത് കഷ്ടമാണ്. സെർജിഞ്ഞോ നെയ്മർ. കക്കയാണ് മോനെ. കിട്ടൂല നോക്കണ്ട. ഒരു ഷോട്ട് അടിച്ച് മോനെ മൂന്നക്ക്. മതി പവറിലാണ് കക്ക അടിക്കണേ. ഗൈസ് സൗണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ. എൻ്റെ തൊണ്ട കുയ്യട്ടാ. സൗണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാൻ നമ്മൾ റെഡിയാക്കുന്നതാണ്. ഇവിടേക്കൊന്നും കൊടുക്കല്ലേ. ഇവിടെ വെച്ച് കളിക്കുന്ന കുട്ടികൾ. ഇനി കഴിക്കുന്നു പോയി 2-1. ഇത് ലാഗും പെടുന്നു. പിന്നെ എന്താ ചെയ്യണ്ടേ നമ്മൾ. വെട്ടാണ് ഇവിടെ തന്നെ. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ക്ലിയറൊക്കെ പറയിപ്പിക്കണ്ട. ടാക്കാണ് ചെയ്തു വിടും തന്നെ. അത്രേ ഉള്ളൂ. ഒന്നും പറയാൻ പാടില്ല. പിന്നെ അത്രയ്ക്ക് ലാഗ് കളിച്ചാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്. റെഫറിയാണ് വേണ്ട തലകീരുന്ന് ഇറങ്ങി ഞാൻ എന്താ ചെയ്യുക. എല്ലായിടത്തും നമ്മൾ ചാടുന്ന സ്ഥലമേ ഉള്ളൂ. അതിവിടെ അവിടേക്കാണ് നമ്മൾ പ്രശ്നം ചാടും. എല്ലാം നടന്നാൽ മതിനോ. എനിക്ക് തോന്നുന്നു അവൻ്റെ നടുവൊക്കെ വലിയ ഇടത്തോട്ടാണ്. പക്ഷേ നമ്മൾ
അടുത്തോട് ചാടും. ആത്മവിശ്വാസം. യാ ആത്മവിശ്വാസം ഉണ്ട് ഗൈസ്. തെളിയിക്കുകയാണ് ഐസണോടാ കളി. പെനാൾട്ടി ഉണ്ട് വിചാരിച്ച് പെനാൾട്ടി അടിക്കാതെ ആളാവുക. അത് നമ്മളോട് കളി നടക്കൂല മോനെ. ലാമിൻ ജമാലു പുറത്തേക്ക് ഹെഡ് നമ്മൾക്കും കഴിയും. വേണ്ടാപ്പം തലയിൽ നിരങ്ങ് ചെക്കൊന്ന് ലീവ് അടിച്ച് കിട്ടിയതിനോട് ഉപകാരം. ഇങ്ങനത്തെ ലാഗ് അടിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താ അറിയാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ കളിച്ച ഇവിടെ കൊടുക്കണില്ല ഇപ്പോൾ. അതാ ലാഗ്. പിന്നെ എക്സ്ട്രാ ടൈമിലൊന്നും വെച്ച് ലാഗ് ആവരുതേ. നെയ്മർ ജൂനിയർ നെയ്മർ ഒരു ബ്ലിറ്റ്സ്. ഓ ഗോയ്സ് നെയ്മർ ഒന്ന് പോസ്റ്റിക്ക് നേർക്ക് അടിക്കണ്ടേ. അവരെ കീപ്പർ ഭാഗ്യമുണ്ട് ജർമ്മനിയും ബെൽജിയം എന്നല്ലാത്തത്. അതിലേതെങ്കിലും ആണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. കീപ്പർ ആരോ ജിറാഫ്. അത് ചാടണ്ട ഏത് വിളിച്ചിനോ. അതാ വരുന്നു. തട്ട് അവിടുന്ന് കളിച്ചാൽ തട്ട്. ഓ ഞാൻ വിചാരിച്ചു പോസ്റ്റിനുള്ളിലേക്കാണ് പോകുന്നത്. ഗൈസ് നീ എക്സ്ട്രാ ടൈമിൽ കാണാം. ഗൈസ് ആളിന് എന്തോ കയപ്പുണ്ടെന്ന് തോന്നണേ. 5 സെക്കൻഡ് 4 സെക്കൻഡ് എല്ലാ സെക്കൻഡും കഴിഞ്ഞിട്ടാണ് വരുന്നത്. സബ് ഇറക്കണമെങ്കിൽ കുഴപ്പമില്ല. സബ് ഇറക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സബ് ഇറക്കണമെങ്കിൽ അത് കാരണവശാൽ ആണ് വരാത്തതെന്ന് പറയാം. കാരണവശാൽ സബ് ഇറക്കിയില്ലാണെങ്കിൽ താൻ സബ് ഇറക്കിയാണ്. ഇനി ഒന്നാവട്ടെ ചിലപ്പോൾ ഇറക്കിയിട്ടുണ്ടാവും. പറയാൻ പറ്റില്ല. കുഴപ്പന്മാരാണ്. 5 ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വിട്ടാവോ. നെയ്മർ എൻട്രിക്ക് അന്ന് പെട്ടെന്ന് ഫസ്റ്റ് ടൈം കൊടുക്ക്. വിട്ടാവുന്ന ലാഗ് ഇങ്ങനത്തെ ലാഗിനൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഗൈസ്. തനി കച്ചറ. ഓ മറ്റേ ഞാൻ ഇല്ലട്ടെ. ഓഫ് സൈഡ് അതും ഉണ്ടാവില്ല. ഓഫ് സൈഡും ഉണ്ടാവില്ല. ലാഗ് എന്തൊക്കെ പറയണേ. ലാഗാ നമ്മൾ എന്ത് ചെയ്യും ഗൈസ്. എന്തെങ്കിലും ടെക്നിക്ക് ഉണ്ടായിരുന്നു നമുക്ക് ലാഗ് പോക്കാൻ ഇല്ല. നല്ല പാസിങ് ഗെയിമാണ്. കഫു അതൊന്ന് കുത്തുണ്ട് പ്ലീസ്. വെല്ലടിന്ന് പോസിക്ക് ചൂട്ടിക്കാ. അതും കഴിഞ്ഞില്ല. ഈ സാബി കോച്ചും സാബി പയറും എല്ലാം കൂടി സാബി ആയിക്കോട്ടെന്നാ. ദേഷ്യം പിടിക്കുകയാണ്. ഇനിയിപ്പോൾ കുറവസം അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും നമ്മളെന്ത് ചെയ്യണ്ട്. അത് നെയ്മറിട്ട് ഞാൻ പറയാം ഗോളാവുന്ന കിട്ടൂല. കള്ളക്കളി കളിച്ചാൽ ഞാൻ കാര്യം എന്ത് ചെയ്യണ്ടേ. ഇങ്ങനത്തെ ലാഗ് കളിക്കൊക്കെ എനിക്ക് ഇഷ്ടമില്ലാത്തത്. ലാഗിൽ വന്നോളൂ. തനി ലാഗ്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് ദാറ്റ് ബ്രദർ. പിന്നെ ലാഗ്. ഇനിയിപ്പോൾ അവിടെ പോയാണെങ്കിൽ ഒന്ന് കൂടി അടിച്ചാളി. അല്ലെങ്കിൽ ഒന്ന് ലീഡിലാണേ. ഒന്നുകൂടി ലീഡ് വരുത്തേണ്ടി വരും. ലാഗ് കളിക്കാതെ ഒന്ന് അടിച്ച് കാണിക്കടാ. എന്നിട്ട് ആണത് ലാഗിൽ കളിച്ചേക്കാം. അപ്പം എന്നെ കൊണ്ടും കഴിയും. ലാഗ് നോക്കില്ല. അതിൻ്റെ കുഴപ്പമില്ലല്ലോ. കുറെ നേരമായി ഗൈസ്. 112 120 വരെ ഉണ്ടാവുള്ളൂ. എൻട്രിക്ക് നെയ്മർ ഭാഗ്യം ഉണ്ടോ നെയ്മർ ഗൈസ്. പിന്നെ ലാഗ് ഇവിടെ നിന്നൊക്കെ ലാഗായ ഞാൻ എന്താ ചെയ്യാൻ എനിക്ക് തന്നെ അറിയില്ല. കണ്ട പോണ പോക്ക് കണ്ട് ഇതാണ് ഞാൻ പറയണേ. എന്നിട്ട് ഓട്ടോൻ എൻജിൻ എൻ്റെ പോലും വെള്ളച്ചായി കഷ്ടിച്ച് കളിക്കണോ. അപ്പോൾ അവൻ്റെ ലാഗായിട്ട് വന്നോളൂ. ഗോളടിക്കാനാകുമ്പോൾ തന്നെ അവൻ്റെ ലാഗായിട്ട് വരും. കുറേ എന്തൊക്കെ തൊള്ളയിലും വരുന്നുണ്ട്. കളി തന്നെ പോയിട്ടുണ്ട്. ഇനി അടിച്ചിട്ടെ അവിടെ കുഞ്ഞ കളിച്ചോട്ടെ. കളിയാണ് അങ്ങനത്തെ ലാഗിൽ കളിച്ചേക്കാം. എനിക്കും കഴിയും. ഓക്ക് ലാഗ് വരാതെ അതിൻ്റെ ഒപ്പം അല്ല. നമ്മളിപ്പോൾ കളിച്ചാൽ പിന്നെ ഫുള്ള് ലാഗാകും ഗൈസ്. നമ്മളിനി കളിക്കുന്നില്ല. അവർ നിങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ സ്പിന്നിങ്ങളാണെങ്കിൽ വ്യാഴ്ച റിമൈനിങ്ങിൻ്റെ ബാക്കിലാവും. കോൺസൊക്കെ കൺഫ്യൂം ആണ് റിമൈനിങ് വരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.